എല്ലാ കൂട്ടുകാർക്കും ചിത്രാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കർണാടകയിലെ മുരുഡേശ്വർ ക്ഷേത്രത്തിലേക്കാണ്. മുരുഡേശ്വർ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ശിവപ്രതിമയും അതിനെ ചുറ്റി നിൽക്കുന്ന അറബിക്കടലും ചേരുന്ന കാഴ്ച ആരെയാണ് അത്ഭുതപ്പെടുത്താതിരിക്കുക? ലോകത്തിലെ ഏറ്റവും വലിയ ശിവപ്രതിമ സ്ഥിതി ചെയ്യുന്ന ഇടം എന്ന ഒറ്റ വിശേഷണം മാത്രം മതി വിശ്വാസികൾക്ക് ഇവിടെ വരാനുള്ള കാരണത്തിന്. അതിശയ കാഴ്ചകൾ മാത്രം സമ്മാനിക്കുന്ന മുരുഡേശ്വരൻ്റെ വിശേഷങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല. ഒരു വിശ്വാസി എന്ന നിലയിലും സഞ്ചാരി എന്ന നിലയിലും അറിയുവാനും കാണുവാനും ഏറെയുണ്ട് ഇവിടെ. ലോകത്തിലെ ശിവന്റെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ പ്രതിമയാണ് മുരുഡേശ്വർ ക്ഷേത്രത്തിലുള്ളത്. ഉത്തര കന്നഡ ജില്ലയുടെ ഭട്കൽ താലൂക്കിലാണ് മുരുഡേശ്വരം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന്റെ സാന്നിധ്യം തന്നെയാണ് പേരിന്റെ ഉത്ഭവത്തിനും കാരണം. കൊല്ലൂർ മൂകാംബികയിൽ എത്തുന്നവർ മുരുഡേശ്വർ കാണാതെ പോകുന്നത് നഷ്ടമായിരിക്കും. മുരുഡേശ്വറിലെ എടുത്തു പറയേണ്ട പ്രത്യേകതകളിൽ ഒന്നാണ് ഇവിടുത്തെ രാജഗോപുരം. ഇന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രാജഗോപുരമായത് 2 വർഷമെടുത്താണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രഗത്ഭരായ ശില്പികൾ ചേർന്നാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 20 നിലകളിലായി നിറയെ കൊത്തുപണികളും മറ്റുമായാണ് ഇത് പൂർത്തിയാക്കിയിരിക്കുന്നത്. പുലർച്ചെ 3 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും ശേഷം ഉച്ച കഴിഞ്ഞ് 3 മുതൽ രാത്രി 8 വരെയുമാണ് ക്ഷേത്ര സമയം. എന്നാൽ കടൽ കാഴ്ചകളും ബീച്ചിന്റെ ഭംഗിയും ഒക്കെ അറിയുവാൻ വൈകുന്നേരമാണ് യോജിച്ച സന്ദർശന സമയം. വൃത്തിയും വെടുപ്പുമാണ് ക്ഷേത്രത്തിന്റെ മുഖമുദ്ര. വർഷങ്ങൾക്ക് മുമ്പ് വെറും ഒരു അരയ ഗ്രാമം മാത്രമായിരുന്നു മുരുഡേശ്വർ. ആർ.എൻ. ഷെട്ടി എന്ന മനുഷ്യസ്നേഹിയുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമായാണ് മുരുഡേശ്വർ ക്ഷേത്രം ഉയർന്നു പൊങ്ങുന്നത്. അറബിക്കടലിന്റെ തീരത്ത് കടലിന് മുകളിലായി തന്നെ ഇത്തരമൊരു അത്ഭുതം സൃഷ്ടിച്ചത് ഈ നാടിന്റെ തന്നെ തലവര മാറ്റുകയായിരുന്നു. ക്ഷേത്ര ഗോപുരവും ക്ഷേത്രങ്ങൾക്കുമൊപ്പം ലോകത്തെ ഞെട്ടിച്ച ശിവപ്രതിമ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായത് സഞ്ചാരികളെ ആകർഷിച്ച ഒരിടമാണ്. ഇതോടെ ഇവിടുത്തെ അരയന്മാരുടെ ജോലിയും ജീവിത നിലവാരവും മാറിമറിഞ്ഞു. തമിഴ് ശില്പികളുടെ കൈപുണ്യമേറ്റ ക്ഷേത്രത്തിന് മുന്നിലെ രാജഗോപുരത്തിന് മുകളിൽ കയറാൻ അനുമതിയുണ്ട്. ഒരാൾക്ക് 10 രൂപ ടിക്കറ്റ് എടുത്ത് ഗോപുരത്തിന്റെ ലിഫ്റ്റിനുള്ളിൽ പ്രവേശിക്കാം. 20 നിലകളുള്ള രാജഗോപുരത്തിന് 237 അടിയിൽ കൂടുതൽ ഉയരമാണുള്ളത്. ഗോപുരത്തിന് മുകളിലെത്തിയാൽ അറബിക്കടലിന്റെയും ശിവപ്രതിമയുടെ ഏരിയൽ വ്യൂ കാണാം. ശക്തമായ കടൽക്കാറ്റ് ഇവിടുത്തെ ജനൽപ്പാളികളിലൂടെ അകത്തേക്ക് വരുന്നുണ്ടാകും. ഗോപുരത്തിനുള്ളിൽ നല്ല തണുപ്പും അനുഭവപ്പെടും. ആർക്കും നയന മനോഹരമായ ഈ കാഴ്ചകൾ ക്യാമറയിലും പകർത്താം. മുരുഡേശ്വരനാണ് ഇവിടുത്തെ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിന് മുന്നിലായി കോൺക്രീറ്റിൽ തീർത്ത 2 ഗജവീരന്മാരുണ്ട്. അവിടെ നിന്നും കടക്കുന്നത് വലിയൊരു ഗോപുരത്തിലേക്കാണ്. രാജഗോപുരം. ഈ പടുകൂറ്റൻ ഗോപുരത്തിലൂടെ ക്ഷേത്രത്തിനകത്തേക്ക് പോകാം. കരിങ്കല്ല് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രത്തിൽ പടി കടന്നെത്താം. മുഖ്യ പ്രതിഷ്ഠ ഇരിക്കുന്ന ശ്രീകോവിലിന് ചുറ്റും നിറയെ ഉപദൈവങ്ങളുണ്ട്. ശ്രീകോവിലിന് മുന്നിലായി നന്ദി മണ്ഡപം സ്ഥിതി ചെയ്യുന്നു. മുരുഡേശ്വരിൽ ആരാധിക്കുന്നത് ആത്മലിംഗമാണ് എന്നാണ് വിശ്വാസം. ശിവനെ പ്രീതിപ്പെടുത്തി ആത്മലിംഗവുമായി ലങ്കയ്ക്ക് മടങ്ങിയായിരുന്ന രാവണനെ ഗണപതി കൗശലത്തിൽ തടയുകയും മണ്ണിലുറഞ്ഞ ശിവലിംഗത്തെ വലിച്ചുയർത്താനുള്ള ശ്രമത്തിനിടെ അത് പല കഷ്ണങ്ങളായി മുറിയുകയും ചെയ്തതായി ഒരു കഥയുണ്ട്. അതിൽ ഒരു ഭാഗം വന്ന് വീണ സ്ഥലമാണത്രേ മുരുഡേശ്വരം എന്നാണ് ഐതിഹ്യം. രാവണൻ ആത്മലിംഗം സ്വന്തമാക്കിയാൽ അത് ലോകത്തിന് തന്നെ നാശമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയ ദേവഗണങ്ങൾ ഗണപതിയെ കാണുകയും ഗണപതി ബാലന്റെ രൂപത്തിൽ രാവണനെ സമീപിക്കുകയും ആത്മലിംഗം ഗോകർണയിൽ സ്ഥാപിക്കുകയുമായിരുന്നു. ഗോപുരത്തിനരികിലൂടെയുള്ള പടവുകളിൽ കയറി ശിവപ്രതിമയുടെ അടുത്തേക്ക് ചെല്ലാം. കാശിനാഥ് എന്ന ശില്പിയാണ് ഈ ശിവപ്രതിമയുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. ശിവന്റെ ഗംഭീര ശില്പത്തിന് മുന്നിൽ എത്തി നിൽക്കുമ്പോൾ ആർക്കും എന്തെന്നില്ലാത്തൊരു സന്തോഷമുണ്ടാകും. കോൺക്രീറ്റിൽ വെള്ളി പൂശിയ ശിലാപ്രതിമയ്ക്ക് 4 ഭാഗത്തായി ചെറു ആരാധനാലയങ്ങൾ സ്ഥിതി ചെയ്യുന്നു.
കൂറ്റൻ ശില്പത്തിനുള്ളിൽ പുരാണകഥകൾ പറയുന്ന 2 മ്യൂസിയങ്ങളാണ്. ശില്പത്തിന് ചുറ്റും വലം വയ്ക്കുമ്പോൾ പിന്നിലായി അറബിക്കടലിനെ കൂടുതൽ അടുത്തായി കാണാം. യഥാർത്ഥത്തിൽ നമ്മൾ അറബിക്കടലിനുള്ളിലാണ് നിൽക്കുന്നതെന്ന് തോന്നുകയില്ല. ശില്പത്തിനരികിലായി പുല്ല് വെച്ചുപിടിപ്പിച്ച ലാൻഡ്സ്കേപ്പിംഗ് കാണാം. ഇവിടെ സ്വർണം പൂശിയ നിരവധി ചെറു ശില്പങ്ങൾ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. ഈ കാഴ്ചകളെല്ലാം കണ്ട് കടൽ തീരത്ത് ഇറങ്ങി നീന്തുകയുമാകാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.